ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഹെന്നേൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടം വരെ എന്നെ ഞാൻ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യായിരുന്നു. എന്ന് വെച്ചാൽ സെൽഫ് കെയർ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ വീക്കെൻഡിലും മുടിയിൽ ഒരു പാക്കൊക്കെ ഇടുമായിരുന്നു. പിന്നെ നല്ല കാച്ചിയ എണ്ണ തേക്കുമായിരുന്നു. പിന്നെ നമ്മളെ മുഖത്തും ശരീരത്തിനായിട്ട് ഞാൻ എല്ലാ കെയറും ചെയ്യായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സെൽഫ് കെയറും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മളല്ലാണ്ട് നമ്മളെ ആരാ കെയർ ചെയ്യുക? നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായാലല്ലേ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവുള്ളൂ. നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് എല്ലാവർക്കും അത് ചെയ്ത് ഇത് ചെയ്യുക, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കും, നമ്മൾ ടൈം അവർക്ക് കൊടുക്കും, ഇവർക്ക് കൊടുക്കും. പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ ടൈം കൊടുക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി മുതൽ എന്നെ ഞാൻ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യും. അങ്ങനെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളും വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇന്നൊരു ഹെയർ കെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളെ മൈലാഞ്ചിപ്പൊടി, ഈ സൂപ്പർ ഹെന്ന എന്ന് പറഞ്ഞ മൈലാഞ്ചിപ്പൊടിയും അതുപോലെ തന്നെ ഈ നെല്ലിക്കേൻ്റെ പൗഡറും പിന്നെ കുറച്ച് കട്ടൻ ചായ, കാപ്പിപ്പൊടി, ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു മിക്സാണ് എൻ്റെ തലയിൽ ഞാൻ തേക്കാൻ പോകുന്നത്. ഇത് നമുക്ക് പൊതുവേ നമ്മളെ മുടിക്ക് കളറും തരും, ഒരു ബ്രൗൺ കളർ തരും. പിന്നെ അതുപോലെ തന്നെ ഈ നെല്ലിക്കേൻ്റെ പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് താരം കുറയും. പിന്നെ മുടിയുടെ ഫോളിക്കിൾസിന് കുറച്ച് സ്ട്രെങ്ത് കിട്ടും. പിന്നെ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് നമ്മളെ മുടീനെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ. പിന്നെ ഇത് അതുപോലെ തന്നെ ബ്രൗൺ കളർ വരും. എനിക്ക് ചെറുങ്ങനെ കളറ് നരയും വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെയൊന്നും നമ്മളെ ശരീരത്തിൽ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാണ്ടെന്നാൽ ഇങ്ങനെ തന്നെയാണ്, എല്ലാം പോയി പോകും. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ വയസ്സാവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഹെന്ന ചെയ്യാം. അപ്പം നിങ്ങൾ ആരെങ്കിലും ഹെന്നയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് നമ്മളെ അല്ലേ ഉണ്ടാവുള്ളൂ, എല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മളെന്ന് പറഞ്ഞ നമ്മളെ വ്യക്തി, നമ്മളെന്ന് പറയുന്നൊരു വ്യക്തി എക്സിസ്റ്റൻസ്, നമ്മൾ ഈ ലോകത്തിലെ എക്സിസ്റ്റൻസ് നമുക്കല്ലേ ഉള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ നമ്മുടെ ലൈഫ്. അപ്പോൾ എല്ലാവരും അവരവരെ കെയർ ചെയ്യുക, അവരവരെ ഇഷ്ടപ്പെടുക, അവരവരെ ആദ്യം കൊണ്ടുവെക്കുക. പല സ്ത്രീകളും എല്ലാവർക്കും വേണ്ടി ത്യാഗം ചെയ്യും. പക്ഷേങ്കിൽ അവനവന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ വളരെ ചുരുക്കമാണ്. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെല്ലാം അമ്മമാരൊക്കെ അങ്ങനെയല്ലേ. പക്ഷെ എൻ്റെ അമ്മ ഭയങ്കര സെൽഫ് കെയർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇപ്പം ഞാനും അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മൈലാഞ്ചിന്റെ പേസ്റ്റ്. ഞാനിത് തലേ ദിവസം ആക്കി വെച്ചാണ്. എന്നിട്ട് ഞാൻ ഈ നല്ലോണം എൻ്റെ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചു. 2-3 മണിക്കൂർ ഞാൻ ഇത് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. കുറേ ആയി ഞാൻ ഒന്നും ചെയ്യാത്തത്. അതിൻ്റെതായ ദോഷങ്ങൾ എൻ്റെ മുടിയിൽ കാണുന്നുണ്ട്. അപ്പൊ ഇനി മുതലെങ്കിലും ഞാൻ സെൽഫ് കെയർ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും അവരവരെ സ്നേഹിക്കാൻ തുടങ്ങുക. അവരവർക്ക് വേണ്ടി ഇങ്ങനെ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ഒക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യുക. നമുക്ക് നമ്മളെ കെയർ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആരും നമുക്ക് ചെയ്തു തരൂലല്ലോ. അപ്പൊ ഇതിന് ശേഷം എന്റെ മുടി കണ്ടോ, കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഭയങ്കര ബെറ്റർ ഒന്നും അല്ല, കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. എനിക്കും നല്ല സുഖം തോന്നി. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്.